ത്രികോണ മത്സരം നടക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ യോഗം നാളെ നടക്കാനിരിക്കുകയാണ്. വോട്ടെടുപ്പിന് സർവ്വസജ്ജമാണ് കേരളം എന്നുള്ളതാണ്. 3 മുന്നണികളും സീറ്റ് വിഭജനം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാകും. ഭരണ തുടർച്ചയാണ് LDFന്റെ ലക്ഷ്യം. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ മുന്നേറ്റം ചൂണ്ടിക്കാട്ടി ഭരണമാറ്റം ഉണ്ടാകുമെന്നാണ് UDFന്റെ ആത്മവിശ്വാസം. ഇത്തവണ നിയമസഭയിൽ പ്രാതിനിധ്യമുണ്ടാകുമെന്ന് BJPയും കണക്കുകൂട്ടുന്നുണ്ട്. TV പ്രസാദും അനിൽ ഇമ്മാനുവലുമുണ്ട്. ആദ്യം TV പ്രസാദിലേക്ക് പോകാം. പ്രസാദ്, ഇപ്പോൾ 3 മുന്നണികൾ സാധാരണഗതിയിൽ ആര് ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നുള്ളൊരു ഉദ്വേഗം ഉണ്ടാകാറുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസ് നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മുഴം മുന്നിലെറിഞ്ഞിരുന്നു. പക്ഷേ ഇത്തവണ അത് CPM ആണ്. 4 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം, 5 മണിക്ക് പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നു. കോൺഗ്രസ് പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് നേരത്തെ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. അതെ, 2 മണിക്കൂറിന്റെ കാര്യമേ ഉള്ളൂ. നാളെയുണ്ട് 51 സ്ഥാനാർത്ഥികൾ നാളെ ഉണ്ട് എന്ന് ഉറപ്പാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആദ്യ മണിക്കൂറിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന മണിക്കൂറിനുള്ളിൽ. അതെ, CPM ആദ്യം CPയുടെ സമയം അറിയില്ല. പ്രസാദ്, എങ്ങനെയാണ് ഈ ഒരുക്കങ്ങൾ? എങ്ങനെയാണ് മുന്നണിയുടെ ആത്മവിശ്വാസം? എങ്ങനെയാണ്? എല്ലാ മുന്നണികളും ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ സീറ്റ് വിഭജനത്തിലുള്ള ചെറിയ തർക്കങ്ങൾ, ചെറിയ പിണക്കങ്ങൾ, ചെറിയ പൊട്ടിത്തെറികളെല്ലാം ഉണ്ട്. അതെല്ലാം കേരളം കാണുകയും ചെയ്യുകയാണ്. പക്ഷെ അതിനിടയിൽ CPIMന്റെ സ്ഥാനാർത്ഥി പട്ടിക റെഡിയാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ അനൗൺസ് ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. AKG സെന്ററിൽ MV ഗോവിന്ദൻ മാസ്റ്റർ അതിനുവേണ്ടി വാർത്താ സമ്മേളനവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. CPIയും ഒട്ടും പിറകിലല്ല. CPIയുടെ സ്ഥാനാർത്ഥി പട്ടികയും നേരത്തെ തന്നെ തയ്യാറായിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥി പട്ടികയും ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് MN സ്മാരകത്തിൽ നിന്ന് ബിനോയ് വിശ്വവും അറിയിക്കുന്നത്. അതിന് പിന്നാലെ UDFന്റെ വരും, BJPയുടെ വരും. അതെപ്പോൾ വരും എന്ന കാര്യത്തിൽ നിശ്ചയമില്ല. ചില കാര്യങ്ങളിൽ ചില സീറ്റുകളിൽ നമുക്കറിയാവുന്നതുപോലെ ചില പ്രശ്നങ്ങളുണ്ട്. അത് പറഞ്ഞു തീർക്കേണ്ടതുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, 3 മുന്നണികളും വളരെ ശക്തമായ മത്സരത്തിനാണ് ഈ പ്രാവശ്യം കൊമ്പ് കോർക്കുന്നത് എന്നുള്ളതാണ്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളവും UDFനെ സംബന്ധിച്ചിടത്തോളവും NDAയെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും നിർണായകമായ പോരാട്ടമാണ്. അതുകൊണ്ട് കളത്തിലേക്ക് എല്ലാ അടവുകളും ഇറക്കി കളിക്കാൻ തന്നെയാണ് CPIMന്റെയും കോൺഗ്രസിന്റെയും BJPയുടെയും തീരുമാനം. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഓരോ നിമിഷങ്ങളും, അത് ഓരോ വാക്കുകളും രാഷ്ട്രീയമായി വിലയിരുത്തുന്ന ഓരോ ചെറിയ വിഷയങ്ങൾ പോലും വലിയ തോതിൽ ചർച്ചയാകുന്ന നിലയിലേക്ക് കേരളത്തിൽ മാറും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 മുന്നണികൾക്കും നിർണായകമാണ്. LDFനെ സംബന്ധിച്ച് ഇക്കുറി ജയിച്ചാൽ അത് ചരിത്രത്തിന്റെ മുകളിൽ ചരിത്രമാകും. 3ാമത്തെ തവണ ഭരണം മാത്രമല്ല, ഒരു നാണക്കേട് കൂടി ഒഴിവാക്കാം. ഇത്തവണ ഇവിടെ LDFന് ഭരണം നഷ്ടപ്പെട്ടാൽ രാജ്യത്തെവിടെയും CPIM നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ ഉണ്ടാകില്ല എന്നൊരു പ്രശ്നമുണ്ട്. UDFനെ സംബന്ധിച്ചിടത്തോളം അതല്ല, ജീവൻ മരണ പോരാട്ടമാണ്. കാരണം ചരിത്രത്തിലാദ്യമായി കഴിഞ്ഞ തവണ ഒരു ഭരണം നഷ്ടപ്പെട്ടു. അത് തിരിച്ചു പിടിച്ചില്ലെങ്കിൽ UDFന്റെ ഭാവി തന്നെ തുലാസിലാകും. BJPയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു നിൽക്കുന്ന ഒരു ഗ്ലാമറുണ്ട്. തൃശ്ശൂരിലെ പാർലമെന്റ് മണ്ഡലം പിടിച്ചു നിൽക്കുന്ന ഗ്ലാമറുണ്ട്. അതുകൊണ്ട് ഒരു 5 സീറ്റെങ്കിലും കിട്ടിയില്ലെങ്കിൽ വലിയ നാണക്കേടാവും BJPക്ക്. അതുകൊണ്ട് 3 മുന്നണികൾക്കും ഏറ്റവും നിർണായകം. നമ്മളൊരു ഇലക്ഷൻ ചാനലാണ്, സർവ്വസജ്ജമാണ്. ഒരു വലിയ ടീം, കേരളത്തിലെ മുഖ്യ എല്ലാ ഇടങ്ങളിൽ നിന്നും ഇലക്ഷന്റെ ഓരോ ചുവടും കൃത്യമായി പറയാനും വാർത്തകൾ അതാത് സമയത്ത് വരാനും വിശകലനങ്ങൾ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും ഒക്കെ സർവ്വസജ്ജമാണ് ടീം. റിപ്പോർട്ടർ അതാണ് ഇലക്ഷൻ ബ്രേക്കിംഗ് ആദ്യ റിപ്പോർട്ടിലാണ്. ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം ഉണ്ട് എന്ന വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് PR സുനിലാണ്. ഒരുപക്ഷെ നാഷണൽ ബ്രേക്കിംഗ് ആയിരുന്നു അത്. തീർച്ചയായും. അപ്പൊ അനിൽ ഇമ്മാനുവൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അനിൽ ഇമ്മാനുവൽ, സിറ്റിംഗ് MLA-മാരെ തന്നെ നിർത്താൻ ഇത്തവണ CPM തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? വിജയം എന്നതിനപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. LDF അല്ലാതെ ആരുണ്ട്, അല്ലെ? ആരുണ്ട് പകരം LDF അല്ലാതെ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇപ്പുറത്താണെങ്കിൽ കേരളം ജയിക്കും, UDF നയിക്കും എന്നുള്ളതാണ്. മുഖാമുഖം പോരാട്ടം എന്നുള്ളതാണ്. BJPക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്തെത്തിയ 11 മണ്ഡലങ്ങളുണ്ട്. അതിൽ 4 5 എങ്കിലും ഇല്ലെങ്കിൽ ടെസ്റ്റാണ്, വലിയ ടെസ്റ്റാണ്, അധ്യക്ഷനടക്കം. അതുകൊണ്ട് കടുത്ത പോരാട്ടം എന്നതിനപ്പുറത്ത് ഒന്നും പറയാനില്ലല്ലോ.
മധു വളരെ ശരിയാണ്. ഒരു കടുത്ത പോരാട്ടം തന്നെയാണ്. അത്യന്തം പ്രവചനാതീതമാണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ നോക്കുമ്പോൾ കാണാം LDF അവരുടെ വികസന തുടർച്ചയ്ക്കാണ് വോട്ട് ചോദിക്കുന്നത്. എന്നാൽ UDF അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നത്. BJP ആകട്ടെ ഭാവിയിലേക്കാണ് വോട്ട് ചോദിക്കുന്നത്. ഇത്തവണ ഭരിക്കാം എന്നുള്ള പ്രതീക്ഷയിലല്ല. അങ്ങനെ നോക്കുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് വികസന തുടർച്ചയ്ക്കായി LDF വോട്ട് ചോദിക്കുന്നത് കൊണ്ടാണ് അവരുടെ MLA-മാരെ സിറ്റിംഗ് MLA-മാരെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട്, അതായത് ഈ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എങ്ങനെ നോക്കിയാലും വളരെ ശക്തമായ വികസന കാഴ്ചപ്പാടോടെ തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓരോ MLA-മാരുടെ മുഖമുദ്ര അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ അണിനിരത്തിക്കൊണ്ട് കിഫ്ബി വഴിയൊക്കെ ഉണ്ടാക്കിയ വലിയ വികസന ഒരു പരിപ്രേക്ഷ്യമുണ്ട്. അത് ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന PR വർക്ക് എന്ന് പറയുന്ന തരത്തിലുള്ള എല്ലാ ഇനി അടുത്ത ദിവസങ്ങളിൽ പ്രചരണങ്ങളെല്ലാം അതിലൂന്നി തന്നെയാകും ഉണ്ടാവുക.